നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തുടർഭരണം ഉറപ്പിക്കുമ്പോൾ വിജയിച്ചാൽ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയിലാണ് UDF ഇപ്പോൾ. പ്രധാനപ്പെട്ട നേതാക്കൾക്കായി സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ക്യാമ്പയിനുകളും തുടങ്ങിക്കഴിഞ്ഞു. MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യത തള്ളാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്നലെ 24 ആൻസർ പ്ലേസിൽ നടത്തിയ പ്രതികരണം ചർച്ചകളെ കുറച്ചുകൂടി ചൂടുപിടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് തരമണ വിവരങ്ങളുമായി ചേർന്നു. ദീപകെ, മൂന്നാം ഊഴം ഉറപ്പെന്ന് LDF പറയുമ്പോൾ മൂന്നാം ഊഴത്തിൻ്റെ ഒരു പടി കൂടെ കടന്ന് UDF ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചയിലേക്ക് കടക്കുന്നു എന്നുള്ളത് അവരുടെ ആത്മവിശ്വാസമാണ് കാണിക്കുന്നതെന്ന് ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയം തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചന വരുന്നതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ വരുന്നു എന്നുള്ളത് ഒട്ടും ആശാവഹമല്ല താനും. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുന്നണികളെല്ലാം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതിൽ ഇമ്മിണി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് UDF ആണ്. അതുകൊണ്ടാണ് അനൗപചാരികമായി മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയും അതിനുവേണ്ടിയുള്ള ക്യാമ്പയിനും അവരാരംഭിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ അതിന് കൃത്യമായ ഒരു തടയിടലാണ് ആൻസർ പ്ലീസിൽ. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യ അഭിമുഖത്തിൽ KPCC പ്രസിഡന്റ് 24നോട് കൃത്യമായി പറഞ്ഞു, അത്തരം ചർച്ചകളൊന്നും പ്രസക്തമല്ല. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനം. MLA അല്ലാത്തൊരാൾ, ഞാനതിൽ സ്പെസിഫിക്കായി ചോദിച്ചത് MP ആയ ഒരാൾ ഇവിടെ വന്ന് മുഖ്യമന്ത്രിയാവുന്നതിനെ എതിർപ്പ് വരാൻ സാധ്യതയുണ്ടോ? തീരുമാനം വന്നാൽ ഒരു എതിർപ്പും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ തീരുമാനം വരുമോ എന്ന് പറയേണ്ട ആൾ ഞാനല്ല. അപ്പോൾ അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യത തള്ളാതെയാണ് KPCC പ്രസിഡന്റ് സംസാരിക്കുന്നത് എന്നുള്ളത് നിർണായകമാണ്. മറ്റൊന്ന്, SKN കോൺഗ്രസിനകത്ത് സാമ്പ്രദായിക ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നു. ഇത്രയും കാലം KCയെ എതിർത്ത ഒരു പ്രമുഖ നേതാവ് KCക്കൊപ്പമാകുന്നു എന്നുള്ള വിവരമുണ്ട്. അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് PD സതീശനും സണ്ണി ജോസഫുമായി മാറുന്നു. ഞാൻ മറ്റാരെക്കുറിച്ചുമല്ല പറഞ്ഞത്, സുധാകരനെ കുറിച്ചാണ്. സുധാകരൻ VDക്കെതിരെയും സണ്ണി ജോസഫിനെതിരെയും നിലപാട് ഘടിപ്പിച്ച് KCക്കൊപ്പം ചേരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ നിന്നും ലഭിക്കുന്ന സ്വകാര്യ വിവരം. അങ്ങനെ നോക്കുമ്പോൾ സമവാക്യങ്ങൾ മാറുന്നു. ഏതായാലും ഭരണം കിട്ടുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. എന്നാൽ ഇതേ സമയത്ത് ഇന്നലെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. 90 സീറ്റ് ഉറപ്പായി ലഭിക്കുമെന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസിൻ്റെ ആണെങ്കിൽ 100 സീറ്റ് കിട്ടുമെന്നാണ്. സണ്ണി ജോസഫ് 100-നടുത്ത് സീറ്റ് കിട്ടുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ എന്നാൽ നമ്മുടെ ഒരു വിലയിരുത്തലിൽ ഇത് രണ്ടിനും സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം അഥവാ ഭരണം കിട്ടുകയാണെങ്കിൽ UDFന് വലിയ ഭൂരിപക്ഷത്തിൽ ഒരു വലിയ ക്ലീൻ സ്വീപ്പിലായിരിക്കില്ല കിട്ടുക. അഥവാ ഇടതു മുന്നണിയാണ് വരുന്നതെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമായിരിക്കും. കാരണം ഇക്കുറി മണ്ഡലങ്ങളിൽ അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പ് എവിടെയും നമ്മൾ കണ്ടില്ല. ഞാൻ തിരഞ്ഞെടുപ്പ് ദിവസം 42 ബൂത്തിൽ കയറി ഇറങ്ങിയിരുന്നു SKN. ആ ബൂത്തിൽ എവിടെയും അങ്ങനെ ഒരു വലിയ തരംഗത്തിൻ്റെ ആവേശം നമ്മൾ കണ്ടില്ല. ചൂടുകാലമായതുകൊണ്ട് കാലത്ത് വോട്ട് ചെയ്യുന്നു എന്നായിരുന്നു സ്ത്രീകളിൽ ഭൂരിപക്ഷം പേരും പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും വികാരത്തിൻ്റെ പേരിലാണ് എന്നുള്ളതില്ല. പക്ഷേ എന്നാൽ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടന്നു എന്നുള്ളത്, പ്രത്യേകിച്ചും ഒരു മുസ്ലിം മതധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് CPMനെതിരാണ് എന്നുള്ളതാണ് പ്രാദേശികമായി CPM നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് ഇനിയും ഒരു ഇടതു ഭരണം തുടർന്നാൽ കോൺഗ്രസ് തകർന്നു പോകും, അത് BJPയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ള ക്യാമ്പയിൻ അവസാന ഘട്ടത്തിൽ, അത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു ആ ക്യാമ്പയിൻ കൂടുതൽ പ്രചരിപ്പിച്ചത്. പക്ഷേ അതിലപ്പുറം സ്വീകാര്യത ലഭിക്കുന്ന മറ്റുള്ളവരും ആ ക്യാമ്പയിൻ നടത്തി. അങ്ങനെ നോക്കുമ്പോൾ ഒരു നെക്ക് ഫൈറ്റിൽ, ഒരു നെക്ക് റിസൾട്ടിലേക്കായിരിക്കും വരാൻ പോകുന്നത്. BJP അക്കൗണ്ട് തുറക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. നേമത്തവർ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. തൃശ്ശൂരിൽ നിന്നും ബാലചന്ദ്രനെ തോൽപ്പിച്ച് പത്മജ വേണുഗോപാൽ വിജയിക്കുമെന്ന ഒരു അത്തരത്തിലുള്ള നിലപാടിലും അവർ എത്തിയിട്ടുണ്ട്. പാലക്കാട് അവർ വിജയസാധ്യത കണക്കാക്കുന്നില്ല. പക്ഷേ എന്നാൽ മഞ്ചേശ്വരത്ത് ഇപ്പോഴും അവർ വിജയസാധ്യത തള്ളുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് മുന്നണിയും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ അവർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം യാഥാർത്ഥ്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.